പറയിപെറ്റ പന്തിരുകുലത്തിലെ പ്രധാനിയായ നാറാണത്തു ഭ്രാന്തന്റെ ഓർമ്മയിൽ ആയിരക്കണക്കിന് പേർ രായരനെല്ലൂരിലെത്തി. നാറാണത്തു ഭ്രാന്തന് മുന്നിൽ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടെന്ന ഐതിഹ്യവുമായാണ് എല്ലാ വർഷവും ഭക്തർ മല കയറുന്നത്. സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധരുമെല്ലാം പുണ്യം തേടി രായരനെല്ലൂരിന് മുകളിലെത്തി. മലമുകളിലെ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തിയ ശേഷം ഉച്ചയോടെയാണ് ഭക്തർ മലയിറങ്ങിയത്. ഇപ്പം 5-6 വർഷമായി വരുന്നു. നല്ല സുഖമല്ലേ, കാലുവേദനയൊന്നും ഇല്ല. വേദനയുള്ള ഞാനാ, ഇപ്പം കാലുവേദന ഇല്ല. ഇനി ദേവീൻ്റെ അടുത്ത്, നേരെ ദേവീൻ്റെ അടുത്ത് 4-5 വർഷമായിട്ട് ഇവിടെ ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓട്, കിണ്ടി ഇങ്ങനെയുള്ള വഴിപാടുകൾ മംഗല്യ സൗഭാഗ്യത്തിനും സൽസന്താനങ്ങൾക്കും വേണ്ടി ഇവിടെ നടത്തപ്പെടുന്നു. മലമുകളിലേക്ക് പടുകൂറ്റിൻ കല്ലുകൾ ഉരുട്ടിക്കയറ്റി താഴേക്ക് തള്ളിയിട്ട് കൈകൊട്ടിച്ചിരിച്ച് നാറാണത്തു ഭ്രാന്തൻ ജീവിത തത്വശാസ്ത്രം വെളിപ്പെടുത്തിയത് രായരനെല്ലൂർ മലയിൽ നിന്നാണെന്നാണ് വിശ്വാസം. വേദപഠനത്തിന് തിരുവേഗപ്പുറയിലെത്തിയ നാറാണത്തു ഭ്രാന്തന് മുന്നിൽ ദേവി പ്രത്യക്ഷപ്പെട്ടതും ഈ മലയിൽ വെച്ചാണെന്ന് പറയപ്പെടുന്നു. ഊഞ്ഞാലിൽ ആടിയിരുന്ന ദേവിയെ കണ്ട ഭ്രാന്തൻ ഓടിയെടുത്തതോടെ ദേവി അപ്രത്യക്ഷമായെന്നും ദേവിയുടെ കാൽപ്പാടുകൾ പാറയിൽ പതിഞ്ഞെന്നുമാണ് ഐതിഹ്യം. ദേവിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞ പാറയിലാണ് മലമുകളിൽ ക്ഷേത്രത്തിലെ പൂജ. ഭ്രാന്തൻ തപസ്സു ചെയ്തു എന്ന് വിശ്വസിക്കുന്ന രായരനെല്ലൂർ മലയോട് ചേർന്നുള്ള ഭ്രാന്താചല ക്ഷേത്രത്തിലും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. മാതൃഭൂമി ന്യൂസ്, ഒറ്റപ്പാലം.